ആരാധിക്കുമ്പോൾ അപദാനം പാടിടാ. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആ പദമലരിൽ ആടു വീണു വന്നിച്ചിട. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാ. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആ പദമലരിൽ താണു വീണു വന്നിച്ചിട. ആത്മനാഥ പൂർണ്ണമായി സമർപ്പിക്കാം. ചേരണം. ആരാധനയിൽ സമർപ്പിക്കാം. മനസ്സിൽ മനസ്സിന്റെ വിങ്ങലുകളെ സമർപ്പിക്കാം. ദുഃഖങ്ങളെ സമർപ്പിക്കാം. ആത്മനാഥ ജീവിതത്തെ തൊടട്ടെ. ചേരണം. അത്ഭുതങ്ങൾ നടക്കട്ടെ. അടയാളങ്ങളിലൂടെ ദൈവം ജീവിതത്തിലേക്ക് കരം നീട്ടുന്ന അനുഭവത്തെ ഈ ആരാധനയിൽ നമുക്ക് അനുഭവിക്കാം. ഈശോയെ, പരിശുദ്ധമായി ബലിപീഠത്തിൽ ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുത്ത വയനാട്ടിലെ തൃക്കേപ്പറ്റ ഗീവർഗീസ് സഹദായുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന നിത്യമായ ആരാധനയുടെയും വിടുതൽ ശുശ്രൂഷയിലെയും ദൈവമിറങ്ങിയ അനുഭവങ്ങൾ ആയിരങ്ങൾക്ക് സാക്ഷ്യമാണ്. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരെയും, വേദന അനുഭവിക്കുന്നവരെയും, ദുഃഖങ്ങൾ പേറുന്നവരെയും, ജീവിതം നഷ്ടമാകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഇരയായവരെയും ഈ പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ച് വിടുതലിനു വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി ഈ കത്തുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ ഹൊറേബ് മലയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഈ ഗാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ തൊടണമേ, വലിയൊരു കൃപ ലഭിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ജീവിതം സമർപ്പിച്ച് വിവിധ രാജ്യങ്ങളിലിരുന്ന് ഓഫീസുകളിലും യാത്രയിലും വീടുകളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും, മാതാപിതാക്കളെയും, ചെറുപ്പക്കാരെയും, യുവതി യുവാക്കളെയും, ബാലികാ ബാലന്മാരെയും നിന്റെ കരുണയുടെ ആ കൃപ നിറഞ്ഞ അനുഭവത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, മാനസാന്തരവും വിശ്വാസവും ശക്തിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വെളിപാടിലേക്ക് ഈ ലോകത്തെ തിരിച്ചു വിളിക്കുവാനുള്ള ദൈവികമായ പദ്ധതിയാണല്ലോ പരിശുദ്ധ കുർബാനയുടെ നിരന്തരമായ ഇടപെടലും ആരാധനയും. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവും ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ അടിത്തറയുമായ ഈ ബലിപീഠവും ദിവ്യകാരുണ്യവും ആയിരങ്ങൾക്ക് സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും ഈ ദേവാലയത്തിലെ മധ്യസ്ഥനായ ഗീവർഗീസ് സഹദായുടെ വലിയ ശക്തമായ സംരക്ഷണവും മാധ്യസ്ഥവും തേടിക്കൊണ്ട് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി, പ്രത്യേകിച്ചും നാളെ തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന ലോകപ്രസിദ്ധമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി ഈ കേരളക്കരയിലെ ആദ്യത്തെ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളോട് തന്നെ വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളിയായി ആ വിശുദ്ധ ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സഹനത്തിൻ്റെ വെല്ലുവിളിയും വിശ്വാസത്തിൻ്റെ ജ്വലനവും പ്രതീക്ഷയുടെ ശക്തമായ തിരുനാളവും ഞങ്ങളുടെ ജീവിതത്തിൽ കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ലോകരക്ഷകനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ബലഹീനതകളും ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവനും കർത്താവേ നീ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും കർത്താവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും കർത്താവാണ്. ആ വലിയ
മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക്, മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് മാതൃക കാണിച്ച ക്രിസ്തുനാഥൻ്റെ വ്യക്തിത്വത്തിലേക്ക് ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് ഇന്നും സക്രാരികളിൽ വാഴുകയും അൾത്താരയിൽ ആരാധിക്കപ്പെടുകയും ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട് ആ ചങ്കയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ജോമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മദ്യപാനത്തിന് അടിമയായ ആ മകൻ മനസ്സാന്തരപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സൗഖ്യം, സൗഖ്യം കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. സൗഖ്യം കർത്താവേ, സുഖപ്പെടുത്തണമേ. ആരാധന, ആരാധന, ആരാധന. സൗഖ്യപ്പെടുത്തണമേ കർത്താവേ, വലിയ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ, അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ. ഈശോയെ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. കർത്താവേ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ, അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സൗഖ്യം കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, മനസ്സാന്തരം കൊടുക്കണമേ, മാനസാന്തരപ്പെടണമേ, വലിയ വിടുതൽ നൽകണമേ, സൗഖ്യം കൊടുക്കണമേ, വലിയ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കട്ടെ, മാനസിക കുടുംബപരമായ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കർത്താവേ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, എല്ലാം ബന്ധിക്കുന്നു കർത്താവേ, തിരുനാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിക്കുന്നു. വൈദിക മേൽശിഷ്യന്മാരെ പ്രത്യേകിച്ച് കാലുകൾ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചയും പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സാന്തരം നൽകണമേ, എൻ്റെ എല്ലാ നിയോഗങ്ങളിലേക്ക് നിന്റെ കൃപയൊഴുകട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും കൃപ നിറഞ്ഞ അനുഭവത്തിന് വിധേയമാകട്ടെ. കരുണ തോന്നണമേ, അഭിഷേകം നിറയണമേ, അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലെ ആരാധനയിൽ ആയിരങ്ങൾക്ക് വിടുതലും സൗഖ്യവും അത്ഭുതകരമായ ഇടപെടലും ജീവിതത്തിന് വഴിത്തിരിവുമാക്കി കൊടുക്കുന്ന തമ്പുരാനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്, വിവിധ രാജ്യങ്ങളില്, വിവിധ കുടുംബങ്ങളില്, വിവിധ മേഖലകളില്, ഫാക്ടറികളില് സഞ്ചരിക്ക് പുറത്തു വരുമ്പോഴൊക്കെ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരിലേക്ക് നിന്റെ കൃപയൊഴുകട്ടെ. ഈശോയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സുവിശേഷത്തിന്റെ വലിയ മൂല്യങ്ങളിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, ഉദാശകളുടെ ശക്തിയാൽ പൈശാചികതയെ ബന്ധിക്കുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സാന്തരം നൽകി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ, അപരാധങ്ങൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ആരാധനയുടെ ശക്തി കൊണ്ട് ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ സൗഖ്യം കൊടുക്കെ, സമാധാനത്തോടെ അരുളപ്പാടുകൾ നൽകുന്ന കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യുദ്ധത്തിന്റെ കെടുതിയിൽ, യുദ്ധത്തിന്റെ ഭീതിയിൽ കഴിയുന്നവരെ, ക്രൈസ്തവ പീഡനങ്ങൾ ഏൽക്കുന്ന രാജ്യങ്ങളെയും വ്യക്തികളെയും, നിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നവരെ സമർപ്പിക്കുന്നു. മനസ്സാന്തരം കൊടുക്കണമേ, മനസ്സിന് സമാധാനം കൊടുക്കട്ടെ, വലിയ ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തട്ടെ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സൗഖ്യം കൊടുക്കണമേ. ആരാധനയുടെ ശക്തി കൊണ്ട് വലിയ പ്രതീക്ഷ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മരണാതിരായ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗം തുറക്കണമേ കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് വലിയ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, നിന്റെ കൃപ മാത്രം മതി. എൻ്റെ ബലഹീനതകൾക്ക് ബലം നിന്റെ സാന്നിധ്യമാണെന്നും കൃപയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഈരടിയായി ആലപിച്ച് കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, ആ സ്പർശനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത് വിശ്വാസത്തിലൂടെ മാത്രമാണ്. വിശ്വാസത്തിൻ്റെ ആഴപ്പെടലാണ്. ദൈവം മാത്രമാണ്
എനിക്ക് സർവസ്വമെന്ന് തിരിച്ചറിയുമ്പോൾ ആ തുറന്നു വയ്ക്കുന്ന പാത്രത്തിലേക്ക് ദൈവം കൃപയായി നമ്മളിലേക്ക് കൃപയൊഴുക്കിക്കൊണ്ടിരിക്കും. കർത്താവേ, കരുണ തോന്നണമേ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ ഈരടി ആലപിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് കടന്നു വരാം. എല്ലാ ജീവിത പ്രശ്നത്തിനും എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധി. മറിയം പ്രാർത്ഥിച്ചതുപോലെ, മറിയം ജീവിതത്തിൽ സമർപ്പിച്ചതുപോലെ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന് ഗുരുനാഥൻ അരുളി ചെയ്തതിൻ്റെ അർത്ഥം തന്നെ ഈ ജീവിതത്തിലെ അവസാനത്തെ അത്താണി ദൈവം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവമേ, അത് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവദിച്ചു മറിയത്തിൻ്റെ മനോഭാവത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് സമാധാനത്തോടെ ആയിരിക്കുവാൻ, എല്ലാത്തിനും ഉത്തരം ദൈവമുണ്ടെന്നുള്ളതും എൻ്റെ കൂട്ടിനെൻ്റെ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ്. ഈശോയെ, ഒരുപാട് ഇടങ്ങളിൽ അലയുമ്പോൾ, നിരന്തരമായി പ്രവർത്തനോന്മുഖതയിൽ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പരക്കം പായുമ്പോൾ ഒന്നു മാത്രമേ അർത്ഥം നൽകുകയുള്ളൂ. അത് ഈ ബലിപീഠത്തിൽ ജീവിതം കൊടുത്ത് സമാധാനത്തോടെ ആയിരിക്കുമ്പോഴാണ്. അത് തമ്പുരാൻ പഠിപ്പിച്ചതാണ്. കർത്താവിൻ്റെ കൃപയൊഴുകുന്ന ഈ ഒരു ജീവിതത്തിലെ അത്താണിയുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ തറയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. കരങ്ങൾ വിരിച്ചു വിട്, കരങ്ങൾ യാചനാപൂർവം പിടിച്ച് കൃപ തരണമേ എന്ന്. ഈശോയെ, നിന്റെ കൃപയാണ് ഞങ്ങൾക്ക് ബലം. കൃപയാലനുദിനവും നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് അനുഭവം. കൃപയാലേ നിന്റെ അമ്മയുടെ മാതൃത്വമാണ് ഞങ്ങൾക്ക് അഭയം. കൃപയാലേ തിരുവചനം മാംസം ധരിക്കാൻ ജീവിതത്തിൽ തയ്യാറാകുമ്പോൾ ഈ കൃപയൊരു അനുഭവമായി തീരുന്നു. കൃപയാലനുദിനവും ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ നിർമ്മല മനസ്സാക്ഷിയിൽ ജീവിക്കുമ്പോൾ ആ കൃപ എൻ്റെ ജീവിതത്തെ തഴുകും. ബലഹീനതയിൽ ബലമേകി ഒരിക്കലും ദൈവം മനുഷ്യൻ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബലവാനായോൻ നടത്തിയിടുന്നു. എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ ഞാൻ അഭിഷേകത്താൽ നിറയും. ബലഹീനതയിൽ ബലമേകി എൻ്റെ കണ്ണുനീരിൽ എന്നോടൊപ്പം നിൽക്കുന്ന ആ കൃപയെ ഓർത്ത് നന്ദി പറയാം. ബലവാനായോൻ നടത്തിയിടുന്നു. ദിവ്യകാരുണ്യ സാന്നിധ്യം കൃപയാലെ മനുഷ്യന്റെ അനുധാവനം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ദൈവമേ, നിന്റെ ശക്തി ഒഴുകണമേ എന്നിലേക്ക്. കൃപയാലനുദിനവും രോഗികളെ സുഖപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയാലേ ആ കൃപ നമ്മളെ പൊതിയട്ടെ. കൃപയാലേ ധൈര്യവും ശക്തിയും സംഭരിക്കുവാൻ ഈ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ. കൃപയാലനുദിനവും ഒന്നും നമ്മളെ തകർക്കില്ല, തമ്പുരാൻ കൂടെയുണ്ട്. ഈശോയെ, അഭിഷേകത നിറയണമേ. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. നാഥ നീ മതി എനിക്ക്. ദിവ്യകാരുണ്യ കണ്ണുകളിലേക്ക് നോക്കി ഈ ഈരടി പ്രാർത്ഥനയായി മനസ്സിൽ ഉയരട്ടെ. നമ്മുടെ ഇല്ലായ്മയിലും പോരായ്മകളിലും നമുക്ക് ബലം നൽകുന്നു, നിറവ് നൽകുന്നത് ഈ സാന്നിധ്യമാണ്, ഈ പരിശുദ്ധിയുടെ അഭിഷേകമാണ്. നാഥ നീ മതി എനിക്ക്. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പാടാം. നിൻ കൃപ മതി എനിക്ക്. എൻ്റെ കർത്താവേ, നിന്റെ സാന്നിധ്യം മതി എനിക്ക്. ഈശോയെ മതി എനിക്ക്. ഈ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ നമ്മളെ കൃപ മതി എനിക്ക്. സമ്പൂർണമായിട്ടെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, നിന്റെ കൃപ തരണമേ. അതേ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും
ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ദൈവം തിരിച്ചു നൽകും. പക്ഷേ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന്, തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന്, തലമുറകളുടെ പാപങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും എൻ്റെ മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ നിരന്തരം കാണും. ജീവിത സാഹചര്യങ്ങളിൽ ദൈവോന്മുഖതയെ ദർശിക്കുവാൻ, ഹൃദയത്തിലും മനസ്സിലും പരിശുദ്ധി കാത്തുപാലിക്കുവാൻ, സഹോദര ബന്ധങ്ങളിൽ തകർക്കപ്പെട്ട കെട്ടുകളും ബന്ധനങ്ങളും ഉണ്ടെങ്കിൽ സഹോദരൻ്റെ മുഖം ദൈവികതയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ ജോസഫ് കമിഴ്ന്നു വീണപ്പോൾ, ആ കാൽക്കൽ ജ്യേഷ്ഠൻ്റെ കാലയിൽ വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യനെ പോലെയാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഹൃദയവിശുദ്ധിയോടെ ജീവിതത്തെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കരങ്ങളടിച്ച് അവിടുത്തെ അഭിഷേകത്തോടെ പാടി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങളടിച്ച് പാടാം. അഭിഷേകത്തോടെ അത്യുന്നതന്റെ ശക്തി ഒഴുകുന്നതിനു വേണ്ടി, കൃപയൊഴുകുന്നതിനു വേണ്ടി, വലിയ ശക്തി ഒഴുകാൻ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകാൻ, വിശുദ്ധി നിറയാൻ, അങ്ങനെ ലോകത്തെ ഹൃദയവിശുദ്ധിയോടെ കാണാൻ, നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നിരാശ വിഴുങ്ങാതിരിക്കട്ടെ, ആകുലത നമ്മളെ പൊതിയാതിരിക്കട്ടെ, ഉത്കണ്ഠകൾ നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ആ കരങ്ങളിൽ എന്നെ വഹിക്കും. അതാണ് ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജോഷിയോടൊപ്പം പാടി സ്തുതിക്കാം. കർത്താവേ, നിന്റെ ശക്തി ഒഴുകണമേ. തളരരുതേ മനമേ, കരങ്ങളടിച്ചു പാടിയ എല്ലാവരും. അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തീർച്ചയായിട്ടും വലിയ അത്ഭുതം നടക്കും. മനമേ, നിരന്തരമായി അത്ഭുതം നടക്കുന്ന ഈ ആരാധനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാം സമർപ്പിച്ച് ആത്മദാനമായി സമ്പൂർണമായി ആ കരങ്ങളിൽ കർത്താവിനെ കൊടുക്കുക. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈശോയെ, നിന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും നീ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും. നിന്റെ ശക്തമായ മുന്നിൽ നീ പതറുതവോ മനമേ, ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം നിറങ്ങി വരും, അസാധ്യമായിട്ടൊന്നുമില്ല, തുറന്നു തരും. ആ കൃപയ്ക്ക് വേണ്ടി, ആ സ്പർശനത്തിന് വേണ്ടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആഘോഷത്തോടെ ആവേശത്തോടെ കരമടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ആരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ,
പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മരമേ, മരുഭൂമിയിലെ ഞങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമിയിൽ വലിയ സാന്നിധ്യത്തിന്റെ കൃപയൊഴുകണമേ എന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ ഈ നിമിഷം നടക്കട്ടെ. ഈശോയെ, വഴിത്തിരിവ് ലഭിക്കട്ടെ. തൊഴിൽ നഷ്ടപ്പെട്ടവര് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം വീസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, എന്റെ കർത്താവേ, ബന്ധങ്ങൾ തകർന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. വെന്റിലേറ്ററിലും ഐസിയുലും ഒക്കെ ആയിരിക്കുന്ന സഹോദരങ്ങളുടെ രോഗസൗഖ്യത്തിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, നിന്റെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമല്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമല്ല എല്ലാ ആകുലതകളും എല്ലാത്തിന്റെയും ഉടയവനായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി യേശുവേ. ആരാധന 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 വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ആരാധന ആരാധന. സ്തുതിച്ചുകൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. വലിയ വിടുതൽ കിട്ടട്ടെ, വലിയ സൗഖ്യമുണ്ടാകട്ടെ, മനസ്സിന്റെ കെട്ടുകൾ അടിയട്ടെ, മനസ്സിന്റെ എല്ലാ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. ഈശോ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തൊട്ട ജീവിതങ്ങൾ മുഴുവനും, അവിടുന്ന് തൊട്ടത് മുഴുവനും സൗഖ്യമായി, അവിടുന്ന് നോക്കിയവര് മുഴുവനും പ്രകാശിതരായി. ഈ ഒരു അത്ഭുതം നിരന്തരമായിട്ട് ഈ ബലിപീഠത്തിൽ നടക്കുന്നത് വലിയ കൃപയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ, അത്യുന്നതിന്റെ ശക്തി ഒഴുകണമേ. ഈശോയെ, നന്ദി യേശുവേ. ആരാധന 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 ആരാധന. സ്തുതിച്ചിടുക മനമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായി തകർന്നവരെ, നിരീശ്വരവാദികളെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിപ്പറയുന്നവരെ, കൂടെ ദൈവമുണ്ടെന്നുള്ള ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിർത്തുവാൻ ആ കരത്തിൻ്റെ നിശ്ചയമായ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാത്തവരും വിശ്വസിച്ചാലും അത് അനുഭവിക്കാത്തവരെയും ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഭയിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ സ്പർശനത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യവും ദിശാബോധവും ജീവിതത്തിന് അർത്ഥവും കൊടുത്ത ഈ ബലിപീഠവും ദിവ്യകാരുണ്യ ആരാധനയും ഇപ്പോൾ ഇതിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിലേക്ക് നാളെ പ്രഭാതത്തിൽ അവർക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കട്ടെ. ചില കേസുകളുടെ വിജയം, ചില ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന്, ചില എക്സാമിൻ്റെ റൈറ്റിങ്സ്, ഇങ്ങനെ നീണ്ടുപോകുന്ന നാളത്തെ പ്രഭാതം കോടിക്കണക്കിന് മനുഷ്യരെ കാത്തിരിക്കുന്ന, നൂറുകണക്കിന് മനുഷ്യർക്ക് വെയിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും ഈ ആരാധനയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം സമർപ്പിച്ച് ഒരു ചെറിയ വചന വിചിന്തനത്തിനായി നിങ്ങളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അവിടുന്ന് നിരന്തരമായിട്ട് സമാന്തര സുവിശേഷങ്ങളിൽ പ്രബോധിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. പുളിമാവിൻ്റെയും കടുകുമണിയുടെയും ഉപമ. അത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. മനുഷ്യഹൃദയങ്ങളെ തൊടുന്ന, മനുഷ്യ ജീവിത പ്രശ്നങ്ങൾക്ക് തിരുവചനം കൊണ്ട് അർത്ഥം കൊടുക്കുന്ന യേശുവിൻ്റെ പ്രബോധന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തകർ കരുതുന്ന ഒരു വിചിന്തനമാണത്. അതായത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് കരുതുന്ന എല്ലാ അവസ്ഥകൾക്കും, നിസ്സാരമെന്ന് കരുതുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം തൊടുമ്പോൾ, മനുഷ്യൻ ആഗ്രഹത്തിൻ്റെ ആ ഉറവ പൊട്ടുമ്പോൾ, അതിൽ ദൈവത്തിൻ്റെ കരം അമരുമ്പോൾ, അത്
അത്ഭുതാവഹമായ വലിയ സംഭവങ്ങളിലേക്ക് ജീവിതം വളരുന്നതിനെ ഈ യാഥാർത്ഥ്യം ക്ഷണിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയാകുന്ന പുളിമാവിൽ കൊണ്ട് ഈ ലോകം അതിനുവേണ്ടി ആ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങിയപ്പോൾ അത് വലിയ അത്ഭുതാവഹമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുകയാണ്. ഈ ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളിലേക്കും മനുഷ്യൻ്റെ ദൃഷ്ടികളും മനുഷ്യൻ്റെ ചിന്തയും തിരിച്ചുവിടാൻ ദൈവം തിരുമനസ്സായപ്പോൾ ലോക ചരിത്രം തന്നെ മാറിയ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നിസ്സാരരെന്ന് രക്ഷാകര ചരിത്രത്തിൽ നിസ്സാരരെന്ന് കരുതിയതും കുടുംബങ്ങൾ അംഗീകരിക്കാത്തതും മനുഷ്യ സമൂഹം മാറ്റി നിർത്തിയതുമായ വ്യക്തികളിലേക്കൊക്കെ ദൈവം തിരഞ്ഞെടുത്തവരെ അനുഗ്രഹിച്ചപ്പോഴും അത് ചരിത്രം, അവരിലൂടെ ചരിത്രമുണ്ടായി, അവരിലൂടെ വലിയ സംഭവങ്ങളുണ്ടായി, അവരിലൂടെ ദൈവം പ്രവർത്തിച്ച് ഈ ലോകത്തിനും മനുഷ്യർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന യാഥാർത്ഥ്യമാണ്. ദൈവത്തിരുമുമ്പാകെ അവിടുത്തെ വചനം മാംസം ധരിക്കാൻ നമ്മുടെ വ്യക്തിത്വവും ജീവിതവും തുറക്കുമ്പോൾ, നമ്മൾ എളിമയോടെ അവിടുത്തെ സമീപിക്കുമ്പോൾ, നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നിസ്സഹായത ഏറ്റുപറയുമ്പോൾ, നമ്മുടെ നിരാലംബത്വം അവിടുന്ന് മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ, ആകാശം തുറന്ന് വചനത്തിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും വിശുദ്ധ ബലിപീഠത്തിലെയും എൻ്റെ ജീവിതമാകുന്ന പുളിമാവിലേക്ക് ദൈവം തൻ്റെ കൈയൊപ്പും തൻ്റെ സാന്നിധ്യവും കടാക്ഷവും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുസ്യൂതമായ വളർച്ചയിലേക്കും അത്ഭുതാവഹമായ ഇടപെടലിലേക്കും മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ വിശുദ്ധരിലും തെളിയുന്ന സത്യങ്ങളാണ്. സമൂഹത്തെ മാറ്റിമറിച്ച വ്യക്തികളിൽ തെളിയുന്നതാണ്. ഉദാഹരണമായിട്ട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ, ജോൺ 2 മാർപ്പാപ്പയുടെ ജീവിതത്തിൽ, ജോൺ 23 മാർപ്പാപ്പയുടെ ജീവിതത്തിൽ, എന്തിനു വേണ്ടി നിരന്തരമായിട്ട് നാം കാണുന്ന ചില സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് വിധേയമാകുമ്പോൾ കുടുംബവും ജീവിതവും നിരന്തരമായി രക്ഷപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ചരിത്രം, ദൈവത്തിൻ്റെ പദ്ധതി ചരിത്രമായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ജീവിതം മുഴുവനും നമുക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് സ്പർശിക്കണമേ എന്ന് അപേക്ഷിക്കാം. അവിടുന്ന് തൊടുമ്പോൾ എൻ്റെ ജീവിതവും ഒരനുഗ്രഹമായി തീരും. എൻ്റെ സംസാരവും സാന്നിധ്യവും മറ്റുള്ളവർക്ക് കൃപയായി ഒഴുകും. നൂറുകണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ദൈവോന്മുഖതയിലേക്ക് നയിക്കാനുള്ള വഴിച്ചാലായിത്തീരും. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. മുട്ടുമേലായിരുന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമുക്ക് യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും കരങ്ങൾ ഉയരട്ടെ. എല്ലാവരുടെയും യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, ബോധത്താൽ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ എൻ്റെ പദ്ധതികളെ വിജയിപ്പിക്കണമേ, നിന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വലിയ അത്ഭുതങ്ങളും ആളുകളും നടക്കണമേ. എൻ്റെ നിസ്സാരതയെ നീ ഉണ്മയുള്ളതാക്കി തീർക്കണമേ, ഉയർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ജ്വലിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗികൾ സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പൈശാചികമായ സാന്നിധ്യവും കുടുംബങ്ങളിൽ നിന്നും മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ശക്തികളും മയക്കുമരുന്നിനും മദ്യത്തിനും വിധേയമാകുന്ന കേരളക്കരയിലെ അവസ്ഥയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ഈശോയെ തകർന്ന കുടുംബങ്ങൾ ഉയരട്ടെ. പരസ്പര ധാരണയിലും ഐക്യത്തിലും ക്ഷമിക്കുന്ന സ്നേഹം വ്യക്തികളിൽ ഉയർക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ അത്ഭുതം കൊണ്ട് വലിയ സൗഖ്യമുണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള വലിയ ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശ്വാസത്തിലേക്ക് നടന്നെടുക്കാൻ ദൈവ
ദൈവം കൃപയൊഴുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവിന്റെ കൃപ എന്നും നിലനിൽക്കട്ടെ. വിശുദ്ധ കുരിശിന്റെയും കൂദാശകളുടെയും ശക്തിയാൽ, തിരുസാന്നിധ്യത്തിന്റെ ശക്തിയാൽ അമ്മ വഴി നിങ്ങൾ അനുഗ്രഹിതരായി തീരട്ടെ. ശക്തനായ കൃപയുള്ള ആയിരങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ഗീവർഗീസ് സമുദായയുടെ മാധ്യസ്ഥം വഴി എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും പൈശാചികതയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഈശോയേ, ഈ ആരാധന മാത്രമെനിക്കാശ്വാസം. എൻ്റെ ഈശോയേ, ഈ ആരാധന മാത്രമെനിക്കാശ്വാസം. എൻ്റെ ഈശോയേ, ഈ ബലിപീഠം മാത്രമെനിക്കഭയം. ഈ ബലിപീഠം മാത്രമെനിക്കഭയം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.